മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് കേരള മുഖ്യമന്ത്രി ഭോപ്പാലിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ അനുവദിച്ചില്ല BJP ഗവൺമെന്റ് എന്ന് പറയുകയുണ്ടായി. അതിനെല്ലാത്തിനെയും പകരം വീട്ടിക്കൊണ്ട് അടുത്ത കാലത്ത് ആരാധ്യനായ മുഖ്യമന്ത്രി മാംഗ്ലൂരിൽ പോയിരുന്നു. മതേതര റാലിയിൽ അഭിസംബോധന ചെയ്യാനോ ഏതൊക്കെയോ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുമാണ് പോയിരുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്ത സംസ്ഥാനത്തിൽ പോകുമ്പോൾ അവിടെ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് സാധാരണഗതിയിൽ നെഗറ്റീവ് ഒന്നും ഉണ്ടാവാറില്ല. ആരും അതൊട്ട് അറിയാറ് പോലുമില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഏതൊക്കെയോ കാര്യത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയേക്കാൾ നേരത്തെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിന് അവസരം കൊടുത്തതിൽ പ്രതിഷേധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തിരിച്ചു വന്നു. അങ്ങനെ പ്രതിഷേധിച്ച് തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ പോയത് തന്നെ ആരും അറിയാനേ പോകുന്നില്ല. അതൊരു സാധാരണ കാര്യമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി വേറെ സ്ഥലത്തേക്ക് പോകുന്നു. വളരെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരു വലിയ വിഷയമായി മാറി. ഇതിന് കാരണം BJP-ക്കാർ ഹർത്താൽ നടത്തി കേരളത്തിൽ കൊലപാതകം നടത്തുന്ന ഒരു പാർട്ടിയുടെ നേതാവ് കർണാടകത്തിൽ വരണ്ട എന്ന് പറഞ്ഞു. ഇതെല്ലാം ശരിയോ തെറ്റോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അറിയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അറിഞ്ഞൂടാ പറഞ്ഞത്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്. 4000 പോലീസ് ഉണ്ടായിരുന്നു എന്ന് മാതൃഭൂമിയിലുണ്ടായിരുന്നു. 4000 പോലീസ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. മറ്റു ചില ചാനലിൽ 3700 3500 എന്നുണ്ടായിരുന്നു. 4000-ഓളം പോലീസുകാർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവിടെ വരുത്തിയപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിന്നിരുന്നു. അതിൻ്റെ ചെലവും കോസ്റ്റും അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള സർക്കാരും ചെലവഴിച്ച പൈസയും സമയവും ഊർജവും അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതേപോലെ കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ മംഗലാപുരത്ത് വന്നതായിട്ട് എല്ലാ ചാനലുകാരും കാണിച്ചു. അത് മാതൃഭൂമിയിലും മനോരമയിലും ഉണ്ടായിരുന്നു. ഈ കണ്ണൂരിലെയും അതുപോലെ കാസർഗോഡിലെയും പാർട്ടി പ്രവർത്തകര്, കേരളത്തിലെ പാർട്ടി നേതാക്കള്, കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി, ഇത്രയും പേര്, പിന്നെ പൊതുജനങ്ങളെ ഹർത്താലായ സ്ഥിതിക്ക് ഈ പരിപാടി വിജയമായിരുന്നു. ഹർത്താല് വിജയമായിരുന്നു. ഹർത്താല് ജനജീവിതത്തെ ബാധിച്ചു എന്ന് പത്ര റിപ്പോർട്ടുണ്ട്. അപ്പോൾ ജനജീവിതത്തെ ബാധിച്ചുവെങ്കിൽ അവർ ഈ സമ്മേളനത്തിൽ കൂടുതൽ വന്നിരിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കേരളത്തിലെ കണ്ണൂരിലെയും കാസർഗോഡിലെയും CPM പ്രവർത്തകരെ അവിടെ കൊണ്ടുപോയി ഇവിടുത്തെ നേതാക്കന്മാരെ സ്റ്റേജിലിരുത്തി അവിടുത്തെ ഒരു മന്ത്രിയെ, മുസ്ലിം മന്ത്രിയെ സ്റ്റേജിലിരുത്തിയിട്ട് ഈ പ്രഭാഷണം നടത്തുന്നതിന് പകരം അതെല്ലാം കൂടെ കേരളത്തിലെ ബൗണ്ടറിക്കുള്ളിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും അധികം ചെലവും 14000 പോലീസുകാരുടെ സാന്നിധ്യവും ഒരു യുദ്ധ അന്തരീക്ഷവുമെല്ലാം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. കേരളത്തിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിച്ചതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അതിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത് 4000-ഓളം പോലീസുകാരുടെ നടുക്കോ അല്ലെങ്കിൽ സൈഡിലോ നിന്നുകൊണ്ട് ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളും കത്തിയുടെയും നടുക്കു കൂടി നടന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഊരിപ്പിടിച്ച വാളിൻ്റെയും കത്തിയുടെയും നടുക്കു കൂടി ബ്രണ്ണൻ കോളേജിൽ പട്ടാപ്പകല് നടന്നു. അതേസമയത്ത് അർദ്ധരാത്രിക്ക് കയ്യിൽ ഒന്നുമില്ലാതെ സൈക്കിളിൽ പോയ വ്യക്തികളെ പുറകിൽ ഊരിപ്പിടിച്ച വാളും കത്തിയും കൊണ്ട് 52 വെട്ടുവെട്ടി കൊന്ന ഒരു പാർട്ടിയുടെ നേതാവിന് ഇത്രയും പോലീസുകാരുടെ നടുക്ക് വെച്ചിട്ടാണോ പണ്ട് ബ്രണ്ണൻ കോളേജിൽ നടന്ന വീരശൂര പരാക്രമങ്ങൾ പറയാൻ അവസരം കിട്ടിയത്? പക്ഷെ ആ ധീരകൃത്യം ബ്രണ്ണൻ കോളേജിൽ നടത്തിയത് ഒന്ന് മംഗലാപുരത്തും ആവർത്തിക്കായിരുന്നില്ലേ?
അവിടെ ശരി ഞാൻ ഓർഡിനറി പിണറായി വിജയനായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയൊന്നും വേണ്ട മിനിമം മതി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്നിട്ട് ചങ്കൂറ്റത്തോടുകൂടി കേരളത്തിന്റെ വീരശൂര പരാക്രമിയായ മുഖ്യമന്ത്രിക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വന്നു എന്ന് വന്നിട്ട് ഇപ്പൊ പറഞ്ഞ വരി പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ധന്യമാകുമായിരുന്നു. എന്റെ പ്രോട്ടോകോള് കേരള ഗവൺമെന്റോ കർണാടക ഗവൺമെന്റോ തമിഴ്നാട് ഗവൺമെന്റോ ആണ് തീരുമാനിക്കുന്നതെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറയാനുള്ള അവകാശം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ട്. അതാണ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച സുവർണക്ഷേത്രത്തിൽ ചെന്ന് പ്രധാനമന്ത്രി സകല പ്രോട്ടോകോളും ലംഘിച്ച് അവിടെ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം പാകം ചെയ്തതും പുറത്ത് വന്ന് ഭക്ഷണം വിതരണം ചെയ്തതും സെക്യൂരിറ്റിക്കാർക്ക് പോലും ഷോക്കായിരുന്നു. എനിക്ക് സെക്യൂരിറ്റി വേണ്ട സുവർണക്ഷേത്രത്തിനകത്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരുമാവട്ടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് മഹത്തരവുമല്ല. പക്ഷേ അതുപോലും ചെയ്യാൻ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രിക്കുള്ള സ്ഥിതിക്ക് ഈ പിണറായി വിജയൻ സാറിന് അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എനിക്ക് ഒരു പ്രോട്ടോകോളും പ്രൊട്ടക്ഷനും വേണ്ട, എൻ്റെ കൂട്ടത്തിലുള്ളവർ മതി, ഞാനത് ഉദ്ഘാടനം ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ സ്വതന്ത്രനായ ഒരു വ്യക്തിക്ക് അപ്രകാരം പറ്റില്ലെന്ന് അവിടുത്തെ ഗവൺമെന്റിന് നിഷ്കർഷിക്കാൻ സാധിക്കും. മാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ വരും വരായികകൾ അറിയാതെ കേരള മുഖ്യമന്ത്രി കർണാടകത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണാധികാരികൾക്കും നന്ദി പറഞ്ഞു. അതായത് തനിക്ക് വേണ്ടി ഇത്രയും സൗകര്യം ഒരുക്കി തന്നതിന്. പറയേണ്ടിയിരുന്നത് മറിച്ചല്ലേ, തൻ്റെ വരവിന് വേണ്ടി ഇത്രയും പട്ടാളക്കാരെയും പോലീസുകാരെയും ചെലവും വഹിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. താൻ ഊരിപ്പിടിച്ച വാളിൻ്റെയും കത്തിയുടെയും ഇടയ്ക്ക് കൂടി നടന്നവരാണ് തനിക്ക് ഇത്രയും അധികം പോലീസ് പ്രൊട്ടക്ഷൻ തന്നത്. വേദനാജനകമാണെന്നല്ലേ പറയേണ്ടിയിരുന്നത്. പറഞ്ഞത് മറിച്ചായി പോയല്ലോ, അതിൻ്റെ അർത്ഥം അറിയാൻ പറ്റാതെ പോയോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കണ്ണൂരിലെ ഹിന്ദുക്കള്, BJP-ക്കാര്, RSS-കാര്, ABVP-ക്കാര്, അവര്, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം, അവര് ഈ ഊരിപ്പിടിച്ച വാളിൻ്റെയും കത്തിയുടെയും ഇടയ്ക്ക് കൂടി നടന്നിട്ടാണല്ലോ അവരിൽ പലരും മരിച്ചതും പിന്നെ അവർ തന്നെ തിരിച്ചു കൊന്നതുമൊക്കെ. ആരാദ്യം ചെയ്തു ആരവസാനം ചെയ്തു അതവിടെ നിൽക്കട്ടെ, ചെയ്തു എന്നുള്ളത് രണ്ട് ഭാഗത്തുനിന്നും. അവിടെ ഈ ദിവസവും ഇത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 65-70 വയസ്സാവാറായി എന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അന്നത്തെ കാലത്ത് നടന്നത് ഇന്നത്തെ വീരശൂര പരാക്രമിയാണെങ്കിൽ അന്നത്തെ ചങ്കൂറ്റമുള്ള തിളയ്ക്കുന്ന രക്തത്തിന്റെ പ്രതീകമാണ് ഇന്നും ഞാൻ എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് എനിക്ക് ഒരു പ്രൊട്ടക്ഷനും വേണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നു. മംഗലാപുരം പണ്ടത്തെ കേരളത്തിന്റെ ഭാഗമായതുകൊണ്ടും അല്ലെങ്കിലും പിന്നെ ആയിരക്കണക്കിന് വ്യക്തികൾ കാസർഗോഡ് നിന്നും ആയിരക്കണക്കിന് CPM പ്രവർത്തകർ കണ്ണൂരിൽ നിന്ന് വന്ന സ്ഥിതിക്ക് തൻ്റെ ജീവനും ശരീരത്തിനും ഒരു തരത്തിലുള്ള ക്ഷതവും ഏൽക്കില്ലെന്ന് ഉറപ്പിക്കാമായിരുന്നില്ലേ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും വിരോധമില്ല. പാർട്ടിക്കും രാഷ്ട്രത്തിനും കേരളത്തിനും എൻ്റെ രക്തസാക്ഷിത്വം ഒരു മുതൽക്കൂട്ടായിക്കൊള്ളട്ടെ. കുറേ രക്തസാക്ഷികളെ ഉണ്ടാക്കിയതല്ലേ, അക്കൂട്ടത്തിൽ എൻ്റെ രക്തസാക്ഷിത്വവും ഒരു മുതൽക്കൂട്ടായിക്കോട്ടെ. ഒന്നും സംഭവിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. ബൈ ചാൻസ് സംഭവിച്ചാലും അതൊരു രക്തസാക്ഷിത്വമായിട്ട് എടുക്കാനുള്ള, കുറേ പേരെ സൃഷ്ടിച്ചവർക്ക് തന്നെ ഇതെടുക്കാനുള്ള ഒരവസരവും കൂടി കളഞ്ഞു കുളിച്ചില്ലേ. ഏതായാലും ബ്രണ്ണൻ കോളേജിലെ ആ വരികള് 4000 പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ധീരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാനൊന്ന് ചിന്തിച്ചു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.